ഹൽ- ഹലോ everyone. അപ്പോൾ എല്ലാവർക്കും ദ എഞ്ചിനീയർ ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. അപ്പോൾ നമ്മൾ +1 ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ മാത്തമാറ്റിക്സിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓൾസോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എടാ, ഇതിന് മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടവരൊന്ന് ഇങ്ങോട്ട് വരണേടാ. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ എന്താണ് ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറഞ്ഞത് നോക്കിയേ. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നല്ലേ, sin x + sin 5x + sin 3x = cos 5x + cos 3x = tan 4x എന്ന് പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെയല്ലേടാ ഈ ക്വസ്റ്റ്യൻ എന്താടാ മാറ്റം? ഈ ക്വസ്റ്റ്യൻ ആകപ്പാടെ നേരത്തെ 2 ടേമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ 3 ടേം വന്നു എന്ന് മാത്രമല്ലേ പ്രശ്നമുള്ളൂ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എടാ, നമ്മൾ നോക്കിയേ, നമ്മളവിടെ ഉപയോഗിച്ച ഫോർമുല ഏതാടാ? ഇതല്ലേ നമ്മൾ ഉപയോഗിച്ച ഫോർമുലകൾ. ഈ ഫോർമുലകളിൽ സൈനിൻ്റെ 2 ടേമുകൾ വന്നെങ്കിലേ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ കോസിൻ്റെ 2 ടേമുകൾ വന്നെങ്കിലേ നമുക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. പക്ഷേ നിലവിലുള്ള ഇപ്പോഴത്തെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാടാ? കോസിൻ്റെ തന്നെ 3 ഉണ്ട്, സൈനിൻ്റെ തന്നെ 2 ഉണ്ട്. പക്ഷേ 3 ഉണ്ട്. നമുക്ക് 2 ഉണ്ടെങ്കിലേ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എടുക്കണം. പക്ഷേ അങ്ങനെ തോന്നിയ പോലെ എടുക്കേണ്ട. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണമെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ ഫോർമുല അപ്ലൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും 2 ആൾക്കാരെ സെലക്ട് ചെയ്യണം. ഒരാൾ ബാക്കി വരും, അയാൾ അവിടെ നിൽക്കട്ടെ, അയാളെ നമുക്ക് നിലവിൽ ഇപ്പോൾ പരിഗണിക്കേണ്ട. നമുക്ക് ഫോർമുലയിൽ 2 പേരെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും 2 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ സെലക്ട് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ നിലവിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഏറ്റവും വലിയ ആളെയും ഏറ്റവും ചെറിയ ആളെയും നിങ്ങൾ എടുക്കുക. ഇവിടെ cos 4x ഉണ്ട്, cos 3x ഉണ്ട്, cos 2x ഉണ്ട്. ഏറ്റവും വലിയ ആൾ cos 4x ആ, ഏറ്റവും ചെറുത് cos 2x. അപ്പോൾ അവർ രണ്ടുപേരെയും കമ്പൈൻ ചെയ്തിട്ട് നിങ്ങൾ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ തന്നെ സൈൻ്റെ കാര്യത്തിലും. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാണ് നമ്മുടെ ക്വസ്റ്റ്യനെ. cos 4x + cos 2x ഞാൻ രണ്ടാമത് എഴുതുകയാണ്, +cos 3x ഡിവൈഡഡ് ബൈ, ഇതേപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ഞാൻ ചെയ്യാണ്, sin 4x + sin 2x + sin 3x. ഓക്കെ, രണ്ടാമത് ഞാൻ എഴുതിയത് ഇങ്ങനെ എഴുതുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ലടാ. 1 + 2 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണോ? 1 + 2 + 3 എന്ന് പറഞ്ഞാൽ 6 അല്ലേ? അതെ. ഇത് ഓർഡർ മാറ്റി എഴുതി എന്ന് പറഞ്ഞിട്ട് ഉത്തരം മാറുമോ? 3നെ ഞാൻ ആദ്യം എഴുതി, 1നെ രണ്ടാമത് എഴുതി, 2നെ മൂന്നാമത് എഴുതി. ഇത് ഇങ്ങനെ നോക്കിയാലും 6 തന്നെയല്ലേടാ. ആൻസറിന് വല്ല മാറ്റവും ഉണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി എന്നോ, പ്ലസ് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ഓർത്ത്. അതേപോലെ തന്നെയാണ് ഇവിടെ ഞാൻ റീഅറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഈ ആദ്യത്തെ 2 ടേമുകൾക്ക് നമ്മൾ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യും. ഇവിടെ ആണെങ്കിലും ഈ ആദ്യത്തെ 2 ടേമുകൾക്ക് നമ്മൾ നമ്മുടെ ഫോർമുല അപ്ലൈ ചെയ്യും. എന്തായിരുന്നു നമ്മുടെ ഫോർമുല? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണല്ലോ. എടാ, sin x + sin y ആണെങ്കിൽ എന്താ ഫോർമുല? 2 sin x + y into cos x - y. 2 sin x + y into cos x - y. സോ ഞാൻ ഇവിടെ എഴുതാണ് 2 sin x + y. ഇവിടെ x നമുക്ക് 4x ആയിട്ടും y 2x ആയിട്ടും എടുക്കാം. 2 sin x + y, x + y, 4x + 2x divided by 2 sin x + y into cos x - y by 2, 4x - 2x divided by 2 എന്ന് കിട്ടിയില്ലോടാ. കിട്ടി. ഇത് ഈ 2 പേരുടെ ആയിട്ടേ ഉള്ളൂ. പ്ലസ് ഇവിടെ ആരുണ്ടാ? പ്ലസ് ഒരു cos 3x ഉണ്ട്. അയാളെ നമ്മളിപ്പോൾ നിലവിൽ പരിഗണിക്കുന്നില്ല. അയാൾ ഫോർമുലയിൽ ഉൾപ്പെടാത്ത ഒരാളാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ നിലവിൽ ഇപ്പോൾ പരിഗണിക്കുന്നില്ല. അത് ഹോൾ ഡിവൈഡഡ് ബൈ അടുത്ത ആരാണ് ഇവിടെ? ഓ, സോറി. ഫസ്റ്റ് cos x + cos 2x ആയിരുന്നല്ലേ. ഞാൻ അവിടെ സൈനിൻ്റെ ആണ് എഴുതിയത്. അപ്പം എന്താ പറയുക ഇവിടെ? കോസ് അതെങ്ങനെയായിരുന്നു നമ്മുടെ ഫോർമുല? നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തെ പേജ് എടുക്കുകയാണ്. cos x + cos 5 എന്ന് പറഞ്ഞാൽ 2 cos x + 5 by 2 into cos x - y by 2. അതായത് 2 ടേമും കോസ് ആണ്. ഓക്കെ, ഞാൻ അവിടെ സൈൻ ആണെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ എഴുതിയത്. ഫൈൻ. സോ ഇവിടെയും കോസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഡിനോമിനേറ്ററിൽ എങ്ങനെ വരും ഇവിടെ? ഇത് സൈൻ ആയതുകൊണ്ട് 2 sin 2 cos ആ രീതിയിലാണ് വരുന്നത്. റൈറ്റ്. 2 sin 4x + 2x divided by 2 into cos 4x - 2x divided by 2. ഫോർമുല വെച്ചിട്ട് ഞാൻ എഴുതിയതാണ്. ഇപ്പം 2 പേർക്ക് ഫോർമുല അപ്ലൈ ഉള്ളൂ. പ്ലസ്
സൈൻ എക്സും കൂടെ നമുക്കുണ്ട്. സൈൻ 3x കൂടെ ഉണ്ട്. അപ്പോൾ ചിലവർ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ചിലവർക്ക് എന്ത് ചെയ്യും, ഈ കോസും വെട്ടിക്കളഞ്ഞതുപോലെ ഇതാ ഈ കോസിനെയും വെട്ടിക്കളയാൻ ഒരു ടെൻഡൻസി വരും. അങ്ങനെ വെട്ടിക്കളയാൻ ടെൻഡൻസി എങ്ങാനും വന്ന് നിങ്ങൾ വെട്ടിക്കളഞ്ഞാൽ നിങ്ങളുടെ ഉത്തരക്കടലാസിൽ നോക്കുന്ന ടീച്ചർ വെട്ടിക്കളയുമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തുകൊണ്ടാണെന്നറിയോ ഇവിടെ വെട്ടാൻ പറ്റാത്തത്? എടാ നിങ്ങൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നോക്കിയേ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇൻറ്റു എന്ന് പറയുന്ന ഒരു സൈൻ മാത്രമേ ഉള്ളൂ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇൻറ്റു മാത്രം ഉള്ളെങ്കിൽ മാത്രമേ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള അവകാശം മാത്തമാറ്റിക്സിലെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നമുക്ക് തന്നിട്ടുള്ളൂ. ഇവിടെ നോക്കിക്കടാ, ന്യൂമറേറ്ററിൽ ഇൻറ്റു ഉണ്ട്, അതേപോലെ തന്നെ പ്ലസ്സും ഉണ്ട്. ടേമുകൾക്കിടയിലുള്ള കാര്യം കേട്ടോ പറഞ്ഞത്. ടേമിന്റെ അകത്ത് എന്തുണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല. ടേമുകൾക്കിടയിൽ, രണ്ട് ടേമുകൾക്കിടയിൽ പ്ലസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു പ്ലസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെ നമുക്ക് വെട്ടിക്കളയാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോവും. അതുകൊണ്ട് ഈ കേസിൽ അങ്ങനെ വെട്ടരുത്. ഇൻറ്റു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെട്ടാനുള്ള അവകാശമുള്ളൂ. ദിസ് ഈസ് ഈക്വൽ ടു 2 കോസ്. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. 4x + 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6x. 6x/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3x. ഇൻറ്റു കോസ് 4x - 2x/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4x - 2x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x. 2x/x എത്രയാണ്? x. cos x പ്ലസ് cos 3x ഡിവൈഡഡ് ബൈ 2. അതേപോലെ തന്നെ ഇവിടെ വരും അല്ലേ, sin 3x ഇൻറ്റു cos x പ്ലസ് sin 3x. ഈ ടൂവും വെട്ടിക്കളയാൻ തോന്നുന്നുണ്ടോ? ഈ ടൂവും വെട്ടിക്കളയാൻ തോന്നുന്നുണ്ടോ? ഈ cos xും വെട്ടിക്കളയാൻ തോന്നുന്നുണ്ടോ? വെട്ടരുത്. അരുത് കാട്ടാള, വെട്ടരുത്. എന്താ വെട്ടാൻ പാടില്ലാത്തത്? ഇവിടെ പ്ലസ് ഉണ്ടെങ്കിൽ വെട്ടാൻ പാടില്ല. അപ്പോൾ അടുത്ത നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഈ cos 3x നമ്മൾ ഇവിടെ നിന്ന് കോമൺ എടുക്കും. cos 3x കോമൺ എടുക്കാൻ വേണ്ടി പോവാണ്. cos 3x കോമൺ എടുക്കുകയാണ്. ന്യൂമറേറ്ററിൽ നിന്ന് cos 3x കോമൺ എടുത്താൽ ബാക്കി ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 cos x ഉണ്ട്, ഇവിടെ ഒരു 2 cos x ഉണ്ട്. അതായത് cos 3x വെളിയിലേക്ക് എടുത്തു. ബാക്കി ഈ ടേമിൽ 2 ഉണ്ട്, cos x ഉണ്ട്. പ്ലസ് ഇവിടെ cos 3x പോയി കഴിഞ്ഞാൽ ആരുണ്ട്? ഒരു 1 മാത്രമല്ലേ ഉള്ളൂ. കോമൺ എടുക്കാനൊക്കെ അറിയാമല്ലോ അല്ലേ? സോ ഇനി അടുത്ത് നമ്മൾ ഡിനോമിനേറ്ററിൽ നിന്ന് sin 3x കോമൺ എടുക്കുകയാണ്. അവിടെ നിന്ന് കോമൺ എടുത്താൽ 2 cos x + 1 എന്ന് വന്നില്ലേടാ? 2 cos x + 1 എന്ന് വന്നില്ലേ? ഇതും വെട്ടിക്കളയാം. അപ്പൊ ചോദിക്കുക, ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും പ്ലസ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ വെട്ടിക്കളയെന്ന് ചോദിക്കൂടാ. ഞാൻ പ്ലസ് ഉണ്ടെങ്കിൽ വെട്ടരുതെന്ന് പറഞ്ഞത് 2 ടേമുകൾക്കിടയിൽ പ്ലസ് ഉണ്ടെങ്കിലാ. ഇതൊരു ടേം, ഇത് മറ്റൊരു ടേം, ഇവർക്കിടയിലുള്ള സിമ്പൽ ഏതാ? ഇൻറ്റു. അങ്ങനെയാണെങ്കിൽ വെട്ടാം. ഇവിടെ നോക്കിക്കേ, ഇതൊരു ടേം, ഇത് മറ്റൊരു ടേം. ടേമുകൾക്കിടയിൽ ഒരു സിമ്പിൾ പ്ലസ് ആണെങ്കിലേ വെട്ടാൻ പറ്റാത്തത്. അതിന്റെ അകത്ത് എന്തു മാങ്ങാണ്ടിയോ തേങ്ങാക്കൊലയോ വന്നാലും നമുക്കൊരു കുഴപ്പമില്ല. സോ ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞു. ബാക്കി എന്തുണ്ട്? cos 3x ഡിവൈഡഡ് ബൈ sin 3x. ദിസ് ഈസ് ഈക്വൽ ടു cos x sin x ബൈ cos x എന്ന് പറഞ്ഞാൽ tan x. അപ്പൊ നേരെ തിരിച്ച് cos x ബൈ sin x ആണെങ്കിൽ എന്തായിരിക്കും? cot 3x ആയിരിക്കൂലടാ. cot 3x ആയിരിക്കൂലേ? ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ സംഭവം. നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചില്ലേ? ഇത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ.